ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡില് അവിടെ സുസ്മിതയും ബോസും ഉപേന്ദ്രനും കൂടെ അടുത്ത പദ്ധതികൾ ആലോചിച്ച് മദ്യം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ശേഷം പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിലാണ്. കുട്ടികളൊക്കെ ഫ്രഷ് ആയി നിൽക്കുകയാണ്. പക്ഷെ അവരുടെ മുഖത്ത് ആ പഴയ സന്തോഷമോ ആ ഒരു പ്രസരിപ്പൊന്നുമില്ല. വിഷ്ണു പറയും, നിങ്ങളോട് സംസാരിച്ചിരിക്കാൻ വേണ്ടിയാ ഞാൻ വന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നാലോ? നിങ്ങൾ ആ പഴയ ചിരിയും കളിയൊക്കെ ഒന്ന് എടുക്കുന്നേ. അത് കണ്ട് ഞങ്ങളൊന്ന് സന്തോഷിക്കട്ടെ. നല്ല മക്കളല്ലേ, ഇല്ലേ ഞാൻ ഇക്ലിയാക്കെ എന്ന് പറഞ്ഞ് മക്കളെ പിടിച്ച് കിളിയാക്കാണ്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ അവിടെ ചിരിച്ച് സന്തോഷിച്ച് നിൽക്കുക. അപ്പോഴേക്കും ശാരദാമ്മ അവിടെ കഴിക്കാനായിട്ട് ഭക്ഷണമൊക്കെ എടുത്ത് വെക്കുക. ശാരദാമ്മ ഇവരെ വിളിക്കാനായിട്ട് വരും. അപ്പോൾ വിഷ്ണു പറയും, ഇങ്ങനെ ചിരിക്കണം, നിങ്ങളുടെ ചിരി കൊണ്ടേ ഈ വീട് നിറഞ്ഞു നിൽക്കണം, എന്നാലല്ലേ ഞങ്ങൾക്ക് ചിരിക്കാനും സന്തോഷിക്കാനും ഒക്കെ പറ്റുള്ളൂ, അല്ലേ ശാരദാമ്മേ എന്ന് നോക്കിയപ്പോൾ ശാരദാമ്മയും ആ എന്ന് പറഞ്ഞ് നോക്കി ചിരിക്കണേ. വിഷ്ണു പറയും, കാരണം നിങ്ങളാണേ ഞങ്ങളുടെ എല്ലാം എന്ന് പറഞ്ഞ് രണ്ടുപേർക്കും ഉമ്മ കൊടുക്കും. അവരും തിരിച്ചു കൊടുക്കും. ശാരദാമ്മ പറയും, അല്ല ഇവിടെ നിങ്ങൾ അച്ഛനും മക്കളും ഇങ്ങനെ ഇരുന്നാൽ മതിയോ? അവിടെ ഭക്ഷണം വിളമ്പി വെച്ചിരിക്കാ, പോയിരുന്ന് കഴിച്ചേ. അപ്പൊ വിഷ്ണു പറയും, എനിക്ക് വേണമെന്നില്ല ശാരദാമ്മേ, ഞാൻ വീട്ടിൽ പോയിട്ട് കഴിച്ചോളാം. ദാ ഈ രണ്ടെണ്ണത്തിനും എടുത്തു വെച്ചോ. കാരണം എന്താണെന്ന് അറിയോ ശാരദാമ്മേ? ശാരദാമ്മ എന്താ എന്ന് നോക്കുമ്പോ വിഷ്ണു രണ്ടുപേരെയും ചേർത്ത് പിടിച്ചിട്ട് പറയും, ഇവർക്ക് രണ്ടുപേർക്കും ഞാനാ ഇന്ന് ഭക്ഷണം വാരി കൊടുക്കുന്നത്. പാപ്പിയും സത്യയും പറയും, എനിക്കിതൊന്നും വേണ്ട വിഷ്ണു അച്ഛാ. സത്യയും പറയും, എനിക്കും വേണ്ട, വിശപ്പില്ല. അയ്യോ അതൊന്നും പറഞ്ഞാ പറ്റില്ല, ഞാനിങ്ങനെ വീട്ടിൽ പോവാതെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതേ എന്റെ മക്കൾക്ക് ചോറ് വാരി തരാൻ വേണ്ടി മാത്രമാ. വാ ചോറ് കഴിക്കാം, വാ. ശാരദാമ്മേ എല്ലാം അവിടെ റെഡിയായി വെച്ചില്ലേ? എല്ലാം റെഡിയാ. അപ്പോഴും രണ്ടുപേരും വേണ്ടെന്ന് പറയുമ്പോ വിഷ്ണു രണ്ടുപേരെയും തൂക്കിയെടുത്ത് അവിടെ ഡൈനിങ് ഹാളിലേക്ക് കൊണ്ടുപോയി അവിടെ ഓരോ ചെയറിലായിട്ട് ഇരുത്തുക. ഇന്ന് രണ്ടുപേർക്കും കഴിക്കാനൊക്കെ മടിയാണെന്ന് എനിക്കറിയാം. അപ്പോഴേക്കും ശാരദാമ്മ പ്ലേറ്റ് ഒക്കെ എടുത്ത് വെച്ച് ഭക്ഷണം വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വാരിത്തരും, രണ്ടുപേരും 10 ഉരുള കഴിച്ചാൽ മതി. സത്യയ്ക്കും 10 5 വിഷ്ണു പറയും, ശരി 5 എങ്കിൽ 5, പക്ഷെ അത് വലിയ ഉരുളയായിരിക്കും. പപ്പി പറയും, അയ്യോ അത് പറ്റില്ല. വിഷ്ണു പറയും, എങ്കിൽ രണ്ടുപേരും കണ്ണടച്ചിരിക്കണം, ഞാൻ ഓരോ ഉരുളയും ഉരുട്ടി വായിൽ വെച്ച് തരും, ഓക്കെ ആണോ? അപ്പോഴേക്കും ഇത് കണ്ട് ശ്യാമ ചിരിച്ചുകൊണ്ട് അവിടേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. കഴിക്കാൻ സമയം വിഷ്ണു പറയും, ഉരുള കൊണ്ടുവരുന്നത് ഞാനല്ല, കാക്ക. കാക്കയോ എന്ന് കുട്ടികൾ ഒരേ സ്വരത്തിൽ ചോദിക്കുമ്പോ വിഷ്ണു പറയും, അതെ കാക്കച്ചി. അങ്ങനെ വിഷ്ണു അവരെ കളിപ്പിച്ചുകൊണ്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്. പിന്നെ കളിയും ചിരിയൊക്കെ ആയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ശാരദാമ്മയ്ക്ക് സന്തോഷാവും, ഓ എന്റെ കുട്ടികൾ ഇപ്പോഴാ ഒന്ന് ചിരിച്ചും സംസാരിച്ചും കാണുന്നത്. ശ്യാമയും പറയും, ശരിയാ അവര് പേടിച്ചിരിക്കായിരുന്നു. അങ്ങനെ കണ്ണടച്ചിരിക്കുകയാണ് രണ്ടുപേരും. വിഷ്ണു ഇങ്ങനെ ഭക്ഷണം വാരി കൊടുക്കുകയാണ്. അങ്ങനെ കളിയും ചിരിയൊക്കെ ആയിട്ട് അവിടെ ഭക്ഷണം കഴിക്കലേ നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും കളക്ടർ മാഡം അങ്ങോട്ട് വരുന്നത്. കൂടെ രോഹിത്തും ഉണ്ട്. അങ്ങനെ ഇവര് വരുമ്പോ അമ്മേ ചേച്ചിയമ്മേ എന്ന് വിളിച്ച് മക്കൾ ഓടിച്ചെന്ന് ശാലിനിയെ കെട്ടിപ്പിടിക്കും. ഇവരെ ആക്റ്റീവായി തുടങ്ങിയോ? നിങ്ങൾ പേടിച്ചു പോയോ? അവര് പറയും, സത്യം പറയും, അച്ഛനാ ഞങ്ങൾ അവിടെ വന്ന് രക്ഷിച്ചത്, അവർക്കിട്ട് നല്ല ഇടിയും കൊടുത്തു. ശാലിനി പറയും, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. മോളെ കുളിക്കാനൊക്കെ മടിയായിരുന്നു ഇവിടെ. വിഷ്ണു ഓരോന്ന് പറഞ്ഞ് ഈ രീതിയിലൊന്നും ആക്കിയെടുത്തത്. ഭക്ഷണമൊന്നും വേണ്ടെന്നാ പറഞ്ഞത്. വിഷ്ണുവിന്റെ ഒറ്റ നിർബന്ധത്തിന്റെ പുറത്താ വന്നത്. ശാലിനി പറയും, ചെന്നിരിക്കി, ഭക്ഷണം മുഴുവൻ കഴിക്കണ്ടേ. അങ്ങനെ രണ്ടുപേരും അവരുടെ സീറ്റിൽ പോയിരിക്കും. ശാരദാമ്മ രോഹിത്തിനോട് പറയും, വാ മോനെ കൈ കഴുകി വന്നിരിക്കേ. വിഷ്ണു ഇങ്ങനെ നോക്കുന്നുണ്ട്, രോഹിത്തും. പക്ഷേ അവര് മിണ്ടുന്നില്ല. ശ്യാമ മോളെ വിളമ്പി കൊടുക്ക്. ശ്യാമ വിളമ്പാനായിട്ട് റെഡിയാവാണേ. രോഹിത്ത് കൈ കഴുകാനായി പോകുമ്പോ ശാരദാമ്മയ്ക്കും, അല്ല മോളെ രജിസ്ട്രേഷന്റെ കാര്യം എന്തായി, ഒന്നും പറഞ്ഞില്ലല്ലോ. ശാലിനി പറയും, അത് നടന്നില്ല അമ്മ, ഇനി വേറൊരു ദിവസം നടക്കൂ. ആ രജിസ്ട്രാർ ഒരു കണിശക്കാരനാ. പിന്നെ അച്ഛന്റെ മറവി, അച്ഛന്റെ തിരിച്ചറിയൽ കാർഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കും വേണം. മറ്റൊരു ദിവസം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. വിഷ്ണുവിന് അത് കേൾക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. അപ്പോഴേക്കും രോഹിത്ത് കൈ കഴുകി അവിടെ വന്നിരിക്കുകയാണേ. ശ്യാമ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട്. ശേഷം ശാലിനി പറയും, വിഷ്ണുട്ടാ അച്ഛന്റെ രോഗം ചികിത്സിച്ചിട്ടില്ലെങ്കിൽ ഇനിയും അത് അധികമാവേ ഉള്ളൂ, നമുക്ക് എന്തെങ്കിലും ഉടനെ ചെയ്യണം. വിഷ്ണുവിന്റെ മുഖം ആകെ ഡള്ളായിട്ടുണ്ട്. ചെയ്യാം. ഈ സമയം കുട്ടികൾ വയ്ക്കും, അച്ഛാ കാക്കച്ചിയുടെ പറന്നുപോയോ? വിഷ്ണുവിന്റെ ചെറിയ സങ്കടമായിട്ടുണ്ട്. കാക്കച്ചി ഇവിടെ തന്നെ ഉണ്ട്, കണ്ണടച്ചോ, ദാ ചെറിയ ഉരുളയായിട്ട് വരാൻ പോകുന്നു. അങ്ങനെ രണ്ടുപേർക്കും ഭക്ഷണം വാരി കൊടുക്കണേ. ശാലിനിക്കും, അല്ല കാക്കച്ചി ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നില്ലേ? വിഷ്ണു ശാലിനി പറയും, അതെങ്ങനെയാ, കാക്കച്ചിക്ക് ഇവിടുത്തെ ഭക്ഷണം ഇറങ്ങില്ലല്ലോ. ശാരദ പറയും, ഇനിയിപ്പോ ഇത്രയും വൈകില്ലേ മോനെ, ഇച്ചിരി കഴിച്ചിട്ട് പോ, ഇവളുടെ ഒരു സന്തോഷത്തിനെങ്കിലും. ശാലിനി പറയും, എന്റെ സന്തോഷത്തിനായിട്ട് ആരും കഴിക്കണ്ട, അവനവന് വിശപ്പുണ്ടെങ്കിൽ കഴിച്ചാൽ മതി. വിഷ്ണു ചിരിക്കും. ശാരദാമ്മയെ നോക്കിയിട്ട് പറയും, പിണങ്ങി, എന്റെ ദൈവമേ. ശാരദാമ്മ പറയും, ശ്യാമേ നീയും ഇരിക്കേ, രോഹിത്തിന് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ വിളമ്പി കൊടുക്കാം. എല്ലാവരും കൂടെ ഇങ്ങനെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് എപ്പോഴും നടക്കുന്ന കാര്യമല്ലല്ലോ. ശ്യാമ പറയും, ഞാൻ സാവകാശം കഴിച്ചോളാം അമ്മേ. അപ്പൊ ശാരദാമ്മ പറയും, എല്ലാവരും ആവശ്യത്തിന് കഴിക്കണേ, എല്ലാവരും ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ നാളെ രാവിലെ ഞാൻ ആ പശുവിന്റെ പിന്നാലെ ഓടേണ്ടി വരും. ഈ ഹോട്ടൽ പണിക്കിടയിൽ എനിക്ക് വയ്യ അതിന്റെ പിന്നാലെ ഓടാൻ, എന്റെ മക്കള് കഴിക്കി എന്ന് പറഞ്ഞ് സത്യക്ക് എടുക്കുമ്പോൾ സത്യ പറയും, എനിക്ക് മതി. അപ്പൊ വിഷ്ണു പറയും, എന്റെ പപ്പിമോള് കഴിക്കുന്ന കണ്ടോ എന്ന് പറഞ്ഞ് പപ്പിക്ക് എടുക്കുമ്പോൾ പപ്പിയും മതി എന്ന് പറയും. എനിക്ക് പിന്നെ സാരമില്ല, മക്കള് കൈ കഴിക്കോ. അങ്ങനെ കുട്ടികൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. ശാലിനി പറയും, അതെ അതവിടെ ഇരുന്ന് കഴിച്ചിട്ട് പോയാൽ മതി, അവിടെ ചെന്നിട്ട് സത്യമ്മയുടെ ഭക്ഷണവും കഴിച്ചോ. വിഷ്ണുവിന്റെ മുഖത്ത് ചെറിയ ചമ്മലൊക്കെ ഉണ്ട്, എന്നാ പിന്നെ കഴിച്ചിട്ട് പോവാല്ലേ. അങ്ങനെ ശാലിനി പറയണേ, ഞങ്ങൾ അച്ഛനെ കൊണ്ടാക്കാൻ ചെന്നപ്പോ സത്യമ്മ നല്ല ചൂടിലായിരുന്നു. എന്നെ രോഹിത്തിനൊക്കെ നന്നായിട്ട് വഴക്കു പറഞ്ഞു, അതുകൊണ്ട് ഇവിടുന്ന് കഴിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ശാരദ പറയും, എന്റെ പേടി അതല്ല, അവന്മാർക്ക് സ്വത്ത്
എഴുതി കൊടുക്കാത്തതിന്റെ പേരിൽ ഇനിയും അവരെ മക്കളെ ഉപദ്രവിക്കാൻ വരുമോ? വിഷ്ണു പറയും എന്തായാലും ഉടനെ ഒന്നും അവർ വരില്ല, എങ്കിലും നമ്മൾ കരുതിയിരിക്കണം. ശാലിനി പറയും പ്രത്യേകിച്ചും രോഹിത് ഇപ്പോ കളം മാറ്റി ചവിട്ടി സ്ഥിതിക്ക് അവർക്ക് പക മുഴുവൻ രോഹിത്തിനോടായിരിക്കും. രോഹിത് പറയും ശരിയാ, അവര് പ്രതികരിക്കും, നന്നായിട്ട് തന്നെ പ്രതികരിക്കും. അതറിഞ്ഞു തന്നെയാണ് ഞാനും നടക്കുന്നത്. നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ലല്ലോ. ശാരദ പറയും ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് ഒഴിഞ്ഞാൽ മതിയായിരുന്നു ഭഗവാനെ. എല്ലാവരും കുറച്ച് സന്തോഷിച്ചെങ്കിലും എന്നാലും ഉള്ളിലൊരു പേടിയോട് കൂടിയാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ പിന്നീട് രാത്രിയായി. നൂർജഹാന്റെ വീട്ടില് നൂർജഹാൻ ആ കല്യാണം നടത്തും എന്ന് പറഞ്ഞതിനെ കുറിച്ച് തന്നെ ആലോചിച്ച് ടെൻഷനോട് കൂടെ നിൽക്കണേ. അപ്പോഴേക്കൊരു കാറ് വരികയാണേ. നസീറും ബാപ്പയും കൂടെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പുറത്തുനിന്ന് വരികയാണേ. ശേഷം സുബൈദയെ നീട്ടി വിളിക്കണേ. വരുമ്പോ നൂർജഹാനെ വിളിക്കാൻ പറയാ. ഇതെല്ലാം നൂർജഹാൻ കേൾക്കുന്നുണ്ട്. അവള് കിടക്കുക. എന്താ ഇത്രയ്ക്കൊരു കിടത്തം ഈ സമയത്ത്? അത് പിന്നെ തലവേദന എന്തോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കിടന്നതാ. അവളിപ്പോ നമുക്ക് തലവേദന ഉണ്ടാക്കുന്നത്. നീ ഇപ്പൊ അവളെ വിളിക്ക്. ഇതൊക്കെ അവൾക്ക് വേണ്ടി വാങ്ങിച്ചതാ, ഇത് അവൾക്ക് കൊടുക്കാനാ വിളിക്കുന്നത്. അപ്പോഴേക്കും നൂർജഹാൻ അങ്ങോട്ട് വരുമ്പോ അതൊക്കെ എന്താണെന്ന് പറഞ്ഞു കൊടുക്കണേ. കല്യാണത്തിനും മൈലാഞ്ചി കല്യാണത്തിന് ഇടാനുള്ള സാധനങ്ങളും ഡ്രസ്സുകളൊക്കെയാണിത്, അതെടുത്ത് കൊടുക്കടാ എന്ന് പറയുമ്പോൾ നസീർ എല്ലാം എടുത്ത് കൊടുക്കുമ്പോ നൂർജഹാൻ വാങ്ങിക്കുന്നില്ല. സുബൈദ വാങ്ങിക്കാൻ പറയുമ്പോഴും വാങ്ങിക്കുന്നില്ല. നസീറിന്റെ ഒപ്പം ഇങ്ങനെ നിർബന്ധിക്കുന്നുണ്ട്. അപ്പോഴേക്കും നസീറിന്റെ ഉമ്മ അത് വേഗം വാങ്ങിക്കും. ഇതിട്ട് പാകാണെന്ന് നോക്കണേ, ഇല്ലെങ്കിൽ മാറ്റി വാങ്ങിക്കാനുള്ളതാ. നൂർജഹാൻ മൈൻഡ് ചെയ്യാണ്ട് നോക്കി നിൽക്കണേ. നസീറിന് ഇതൊന്നും ഇഷ്ടാവുന്നില്ല, എങ്കിലും അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ശേഷം ഇത് കുറച്ച് ആഭരണങ്ങൾ കാണിച്ചു കൊടുക്കണേ. ഇപ്പോഴത്തെ ഫാഷൻ പറഞ്ഞ് ഇവൻ തന്നെയാ വാങ്ങിച്ചത്, പുതിയ രീതിയിലുള്ളതാണെന്നാ ആ സെയിൽസ്മാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ പഴയതാണെങ്കിൽ നമുക്ക് മാറ്റി വാങ്ങിക്കാം, ഇപ്പൊ തൽക്കാലം ഇത് മതി. അപ്പോഴും നൂർജഹാന്റെ മുഖത്ത് ഒട്ടും സന്തോഷവും ദേഷ്യത്തിൽ നിൽക്കുമ്പോൾ ഇത്ര പറഞ്ഞിട്ടും അവളുടെ മുഖം കണ്ടില്ലേ? നമ്മൾ ഈ കാണിക്കുന്നതെല്ലാം ഇവളുടെ നന്മയ്ക്ക് കൂടി വേണ്ടിയിട്ടല്ലേ? അതെന്താ ഇവള് മനസ്സിലാക്കാത്തത്? നൂർജഹാൻ പറയും ഈ നന്മ എനിക്കിപ്പോ വേണ്ട. നസീർ ചാടി എഴുന്നേറ്റിട്ട് ബാപ്പയോട് തർക്കുത്തരം പറയുന്നോടി. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം നീ അറിയും. നൂർജഹാൻ പറയും അതറിയാവുന്നത് കൊണ്ട് തന്നെയാ ഈ വിവാഹം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞത്. നസീറിന്റെ ഒപ്പയ്ക്കും പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? എനിക്ക് പഠിക്കണം. അപ്പൊ അയാൾ പറയും കല്യാണം കഴിഞ്ഞും പഠിക്കാലോ, എത്രയോ കുട്ടികൾ പഠിക്കുന്നു, അവരും പരീക്ഷ എഴുതി പാസ്സാവുന്നില്ലേ, അതുപോലെ വേണമെങ്കിൽ നീയും പഠിച്ചോ. നൂർജഹാൻ പറയും അങ്ങനെയല്ല, ഞാൻ പഠിച്ച കോഴ്സ് എനിക്ക് പൂർത്തിയാക്കണം, അത് കഴിഞ്ഞ് എനിക്ക് കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റൂ. അത് നീയല്ല തീരുമാനിക്കുന്നത്, എന്റെ ബാപ്പയാ, എന്റെ ബാപ്പ കാര്യങ്ങൾ നോക്കിക്കോളും എന്ന് നസീർ പറയാ. എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരും ഇല്ലല്ലേ, മാമിയെങ്കിലും ഒന്ന് പറ, എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞ് അകത്തേക്ക് കരഞ്ഞോണ്ട് പോകും. അപ്പോ സവേദ പറയുന്നുണ്ട് അവൾക്ക് താല്പര്യമില്ലെങ്കിൽ എന്തിനാ നിർബന്ധിക്കുന്നത്, പഠിക്കാൻ ഇഷ്ടമാണെങ്കിൽ അവള് പഠിക്കട്ടെ. എന്നിട്ടോ എന്ന് അയാൾ ചോദിക്കുമ്പോൾ അവളുടെ പഠിത്തം കഴിഞ്ഞിട്ട് നമുക്ക് കല്യാണം നടത്താം. അത് അയാളെ കൂടുതൽ ദേഷ്യത്തിലാക്കുകയാണ് ചെയ്യുന്നത്. നീയാ അവളെ ഇങ്ങനെ ആക്കുന്നത്. എന്റെ വാക്ക് കേട്ടാലേ നിനക്കിവിടെ നിൽക്കാം, അവൾക്കും നിൽക്കാം, അല്ലെങ്കിൽ രണ്ടിനെയും അടിച്ച് പുറത്താക്കും ഞാൻ. ശേഷം അയാൾ വീണ്ടും നൂർജഹാന്റെ അടുത്തേക്ക് റൂമിലേക്ക് വന്ന് ഒന്നുകൂടെ ഇക്കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കണേ. എനിക്ക് എന്റെ മോന്റെ വിവാഹം നടത്തണം, നിന്റെ ബാപ്പ തളർന്നു കിടക്കുക, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, വിവാഹം കഴിഞ്ഞ ഉടൻ എനിക്ക് പോണം എന്ന് പറഞ്ഞിട്ട് ഇനിയൊരു മാറ്റം ഇല്ലെന്നും കൂടെ പറഞ്ഞ് അയാൾ അവിടുന്ന് പോകും. ശേഷം പിന്നീട് അയാളെ സുബൈർ ഖാന്റെ റൂമിലേക്ക് ചെന്നിട്ട് വിവാഹത്തെക്കുറിച്ച് പറയണേ. അവരുടെ കല്യാണം ഞാൻ നടത്താൻ പോവാണ്, എതിർപ്പൊന്നും ഇല്ലല്ലോ, ഇനിയിപ്പോ ഉണ്ടെങ്കിലും ഞാൻ നടത്തും എന്ന് വാശിയിൽ പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോകുന്നത്. സുബൈർക്ക് അതില് നല്ല സങ്കടമുണ്ട്, ഒന്നും പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും. ശേഷം പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിലാണ്. വിഷ്ണു അവിടുന്ന് പോവാനായിട്ട് റെഡിയാവാ. ശാലിനിയോട് പറയും എങ്കിൽ പിന്നെ ഞാൻ പോട്ടെ, നിൽക്കാൻ പറയാനുള്ള അവകാശ അധികാരമൊന്നും എനിക്കിപ്പോ ഇല്ലല്ലോ. വിഷ്ണു ചിരിച്ചിട്ട് പറയും അയ്യേ, ഒരു കളക്ടറാണോ ഈ പറയുന്നത്? ശാലിനിക്കും എന്താ കളക്ടർ പെണ്ണല്ലേ, ഒരു സാധാരണ പെണ്ണിന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഉള്ള ഒരാള് തന്നെയാ ഞാനും. എന്റെ ശാലിനി താനെന്തോ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്. എടോ എല്ലാം കലങ്ങി തെളിയുന്നൊരു ദിവസം വരും, അന്ന് താനും ഞാനും നമ്മുടെ അച്ഛനും അമ്മയും പിന്നെ നമ്മുടെ പൊന്നു മക്കളും എല്ലാരും കൂടെ ഒന്നിച്ച് താമസിക്കും എന്നൊക്കെ ശാലിനിയുടെ കവിളിൽ പിടിച്ചുകൊണ്ട് പറയും. അതിന് ഏത് കാലത്താ എന്നെ ഉടയതമ്പുരാൻ മുകളിലേക്ക് വിളിക്കുന്നതിന് മുന്നേ നടക്കുവോ എന്നിങ്ങനെ ദേഷ്യത്തില് കുറുമ്പ് ചോദ്യം ചോദിക്കുമ്പോ വിഷ്ണു കളിയാക്കി ചിരിക്കും. ഇപ്പതാ നാട്ടും പുറത്ത് ശാലിനിയായി അല്ലെന്നാ ശാലിനി ചേച്ചി, എന്നാ പിന്നെ ഇനി ഒരിക്കൽ കൂടി യാത്രയില്ല എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ശാലിനി അങ്ങ് ചേർത്ത് പിടിക്കും. വിഷ്ണുയുടെ അമ്മ എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അപ്പോഴേക്കും ശാലിനിന്ന് വിളിച്ച് ശാരദാമ്മ വരുമ്പോ വിഷ്ണു ചമ്മി വേഗം കൈ അവിടുന്ന് മാറ്റും. എന്നിട്ട് പറയും അതെ, എനിക്ക് നിങ്ങൾ രണ്ടുപേരോടും ഒരു കാര്യം പറയാനുണ്ട്. ഇത് കേൾക്കുമ്പോ അവരുടെ മുഖം ഒന്ന് സീരിയസ് ആവും. മക്കളെ കണ്ടല്ലോ, അവരാകെ പേടിച്ചിരിക്കാണ്. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ടും അവിടെ ഇവിടെയായിട്ട് എങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോകും? നിങ്ങൾക്ക് ഒരുമിച്ച് കുടുംബമായിട്ട് ആഗ്രഹിക്കണമെന്ന് താല്പര്യമില്ലെങ്കിലും ആ മക്കൾക്ക് ആ ആഗ്രഹമുണ്ട്. പപ്പിയുടെ കാര്യം മാറ്റി നിർത്തിയാലും സത്യം അങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരുമാണ് അവളുടെ അച്ഛനും അമ്മയെന്ന് അവൾ മനസ്സിലാക്കിയിട്ടുള്ളതാ. അവളുടെ കൂട്ടുകാരികളുടെ വീട്ടിലൊക്കെ എങ്ങനെയാ അച്ഛനും അമ്മയും ഇങ്ങനെ രണ്ട് വീട്ടിലാണോ കഴിയുന്നത്? അല്ലല്ലോ. അങ്ങനെ ഒരു ചിന്ത സത്യയിലുണ്ടാകും. വിഷ്ണു ചോദിക്കണേ, അല്ല ശാരദാമ്മേ, മോൾ അങ്ങനെ വല്ലതും പറഞ്ഞോ? എന്തിനാ മോനെ പറയുന്നത്? ആ കുഞ്ഞിന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാവില്ലേ?
ശാലിനിക്കും അമ്മ എന്താ പറഞ്ഞു വരുന്നത്? ശാരദാമ്മ പറയും, നിങ്ങൾ കുട്ടികളെ കൂട്ടി ഒരു ടൂർ പോകും, എവിടേക്കെങ്കിലും ഒരു നല്ല യാത്ര, കുട്ടികളുടെ മനസമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി ഒരു നല്ല യാത്ര, നിങ്ങൾ മാത്രമായിട്ടുള്ള ഒരു യാത്ര, അച്ഛനും അമ്മയും മക്കളും മാത്രമായിട്ട്. എന്താ അങ്ങനെ ഒന്ന് പോയിക്കൂടെ? അപ്പൊ തന്നെ വിഷ്ണുവിന്റെ ഉള്ളിലൂടെ മനസ്സിനുള്ളിലൂടെ അങ്ങനെ ഒരു യാത്രയൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല ശാരദാമ്മേ, ടൂർ എന്നൊക്കെ പറഞ്ഞാ 1-2 ദിവസം പോവില്ലേ? ശാരദാമ്മയ്ക്കും, അല്ല മക്കളെ, നിങ്ങൾ എന്നാ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് കുറച്ച് ദിവസം മാറ്റി വെച്ചിട്ടുള്ളത്? വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടുവോളം സമയമുണ്ട്. അപ്പൊ രണ്ടുപേരും തല താഴ്ത്തി നിൽക്കും. നിങ്ങളുടെ സ്വന്തം കാര്യത്തിന് മാറ്റി വെക്കാൻ സമയമില്ലെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇനി എന്നാ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ പോകുന്നത്? 5-ാം വയസ്സിലും 6-ാം വയസ്സിലും കുട്ടികൾക്ക് കൊടുക്കേണ്ട വാത്സല്യം 18-ാം വയസ്സിലും 20-ാം വയസ്സിലും കൊണ്ടുപോയി കൊടുത്താലേ അവർക്ക് താലോലിക്കാനും വാത്സല്യം നൽകാനും വേറെ അവകാശികൾ ഉണ്ടാകും. അവിടെ നിങ്ങളുടെ സ്ഥാനം അവരുടെ മുറിക്ക് പുറത്തായിട്ട് ഒതുങ്ങും. അവിടെ പിന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്ത്, കഴിഞ്ഞ വർഷങ്ങളും ദിവസങ്ങളും ഓർത്ത് നെടുവീർപ്പിട്ട് നിൽക്കാനേ നിങ്ങൾ അച്ഛനും അമ്മയ്ക്കും കഴിയൂ. ഇനി കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കേ. പിന്നെ ഒന്ന് ഞാൻ പറയാം, ഇങ്ങനെ പോയാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ താളം തെറ്റും. ഒടുവിൽ നഷ്ടപ്പെട്ടു പോയ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് വിധിയെ കുറ്റം പറഞ്ഞിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾക്കും പങ്കുചേരാം. ഞാൻ നോക്കിയിട്ട് അത് തന്നെയാ ഈ പോക്കിന്റെ അവസാനം എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ അവിടുന്ന് പോകും. ശാരദാമ്മ പോയി കഴിഞ്ഞാൽ ശാലിനി പറയും, വിഷ്ണുവേട്ടാ, അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട്. നമുക്ക് വേണ്ടി ജീവിക്കുന്നില്ല. വിഷ്ണു പറയും, പക്ഷെ വീട്ടില് എന്ത് പറയുന്ന ഞാൻ ആലോചിക്കുന്നത്. ശാലിനി പറയും, വിഷ്ണുവേട്ടന് എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ ശരിയാക്ക്. ഒരു യാത്ര പോയാൽ കുട്ടികൾക്കൊപ്പം നമുക്കും ഒരു ചേഞ്ച് ആവില്ലേ? വിഷ്ണു പറയും, അത് ശരിയാ, 1-2 ദിവസം മാറി നിന്ന് കുറച്ച് സന്തോഷിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കിപ്പോ എന്റെ മനസ്സ് നിറയെ ചിന്ത മുഴുവനും അച്ഛന്റെ അസുഖാണ്. അച്ഛനെ നല്ലൊരു ഡോക്ടറെ കാണിക്കണം, അല്ലെങ്കിൽ അച്ഛൻ്റെ ഈ മറവില് ഞാൻ മകനാണെന്ന് പോലും അച്ഛൻ തിരിച്ചറിയില്ല. നോക്കട്ടെടോ, എന്തെങ്കിലും ഒരു വഴി കാണാം എന്നൊക്കെ ഇങ്ങനെ പറയണേ വിഷ്ണു. ശാലിനി എല്ലാം കേട്ട് അതിന് ഒന്നും പറയാൻ കഴിയാതെ നിൽക്കാണ് അവിടെ. അതിനുശേഷം നല്ല രാത്രി ആയിട്ടുണ്ട്. നൂർജഹാൻ ഇപ്പോഴും ഉറക്കമൊന്നും ഇല്ല കേട്ടോ. ആ വിവാഹം നടത്തുന്നു പറഞ്ഞത് ആലോചിച്ച് ആകെ സങ്കടത്തിലാ. എന്റെ ഉമ്മച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഇതിപ്പോ ബാപ്പച്ചി ഈ അവസ്ഥയിലായതുകൊണ്ട് അവരെന്തായാലും കല്യാണം നടത്തും. എന്നെ സഹിക്കാൻ ആരുള്ളത്? എന്തെങ്കിലും ഒരു വഴി കാണിച്ചതാ പഠിച്ചോനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോ വീടിന് പുറത്ത് അവിടെ അനുഭവം വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ആ ഭാഗത്തിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ അടുത്ത എപ്പിസോഡിലൊക്കെ ആയിട്ട് വിഷ്ണു ശാലിനിയും മക്കളും കൂടെ ടൂറൊക്കെ പോകുന്നുണ്ട്. ഈ വീഗലാൻഡിലൊക്കെ അല്ലേ, അതുപോലത്തെ ഒരു സെറ്റപ്പ് സ്ഥലത്തേക്കാണ് ഇവർ പോയിട്ടുള്ളത്. അപ്പോൾ ആ ഭാഗത്തിനൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരിക്കാം. റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. താങ്ക്